നാസയിലെ നീൽ ആംസ്ട്രോങ്ങിന്റെ ജീവിതം എപ്പോഴും തിരക്കുകൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം അത് ആസ്വദിക്കുകയും ചെയ്തു. കൂടുതൽ സമയവും ജോലിസ്ഥലത്ത് പഠനവും പരിശീലനവുമായി തുടരുകയാണ് ആംസ്ട്രോങ്. അദ്ദേഹത്തിന്റെ ഭാര്യ ജാനറ്റ് ആംസ്ട്രോങ്ങും കുട്ടികളും ഇപ്പോൾ ഹൂസ്റ്റണിലാണ് താമസം. നാസയിലെ ഉദ്യോഗസ്ഥരും ബഹിരാകാശ സഞ്ചാരികളുമെല്ലാം താമസിക്കുന്നതിനടുത്ത് തന്നെ. ആംസ്ട്രോങ് ഒരു വൈമാനികനും ടെസ്റ്റ് പൈലറ്റുമെല്ലാമായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് ജാനറ്റിന് ഭയമുണ്ട്. പക്ഷേ ജാനറ്റ് ഒരിക്കലും ഇതിനെക്കുറിച്ചൊന്നും പരാതിപ്പെടാറില്ല. അങ്ങനെയിരിക്കെയാണ് ജെമിനി 11 ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആംസ്ട്രോങ്ങിനെയും കുടുംബത്തെയും ടീമിലെ മറ്റു ചില ബഹിരാകാശ സഞ്ചാരികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പം തെക്കേ അമേരിക്കൻ പര്യടനത്തിനായി അയച്ചത്. 24 ദിവസം നീണ്ടുനിന്ന ആ യാത്ര വ്യത്യസ്തമായ ഒരനുഭവമായിരുന്നു. ആംസ്ട്രോങ് കുടുംബത്തിനൊപ്പം ഇത്രയും ദിവസം ഒരുമിച്ച് ചെലവഴിക്കുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ്. ആംസ്ട്രോങ്ങിന്റെയും ജാനറ്റിന്റെയും 2 വയസ്സുകാരിയായ മകൾ കരേൻ 1962 മരണത്തിന് കീഴടങ്ങിയത്. മസ്തിഷ്കത്തെ ബാധിച്ച അർബുദരോഗം കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചു. അതിനുശേഷം കുടുംബത്തോട് പഴയതുപോലെ ഊഷ്മളമായി പെരുമാറാൻ ആംസ്ട്രോങ്ങിന് കഴിയാറില്ല. ബഹിരാകാശ യാത്രികനാകാനുള്ള ആംസ്ട്രോങ്ങിന്റെ തീരുമാനം പോലും മകളുടെ വേർപാടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. ദുഃഖം മറക്കാനെന്ന പോലെ ആംസ്ട്രോങ് മുഴുവൻ സമയവും ജോലിയിൽ മുഴുകി. ഒരു ബഹിരാകാശ സഞ്ചാരിയാകാനുള്ള ആംസ്ട്രോങ്ങിന്റെ തീരുമാനം പോലും കരേനിന്റെ മരണശേഷമായിരുന്നു. ജോലി തിരക്കിനിടയിലും കുട്ടികൾക്കൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കാറുണ്ട്. കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ജാനറ്റ് ഏറ്റെടുത്തു. താമസസ്ഥലത്തും പരിസരത്തും ജാനറ്റിന് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. മറ്റുള്ള ബഹിരാകാശ യാത്രികരുടെ ഭാര്യമാർ. അവരെല്ലാവരും ഏറെ സമയം ഒറ്റയ്ക്ക് കഴിയുന്നവരാണ്. വിദേശ പര്യടനത്തിന് ശേഷം ആംസ്ട്രോങ് പതിവ് പോലെ തന്റെ തിരക്കുകളിലേക്ക് മടങ്ങി. ബഹിരാകാശ പരിപാടികളുമായി സോവിയറ്റ് യൂണിയനും അമേരിക്കയും മത്സരിച്ചു മുന്നേറുമ്പോൾ ലോകത്തിന് അതിനെക്കുറിച്ച് ചില ആശങ്കകളുണ്ട്. രണ്ടാം ലോകയുദ്ധത്തിന്റെ ഓർമ്മകളിൽ നിന്നും ലോകം മുക്തമായിട്ടില്ല. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയിട്ട അണുബോംബുകളുടെ നടുക്കുന്ന ഓർമ്മകൾ മാത്രമല്ല, അതിന്റെ അവസാനിക്കാത്ത ദുരന്തങ്ങൾ പേറുന്ന മനുഷ്യരുടെ മുഖങ്ങളും മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹിരാകാശ പരീക്ഷണങ്ങൾ ഭൂമിയുടെ തന്നെ നാശത്തിന് കാരണമാകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കാൻ ഐക്യരാഷ്ട്രസഭ ശ്രമങ്ങൾ തുടങ്ങി. പരസ്പരം പോരടിച്ചു നിൽക്കുന്ന 2 ലോകശക്തികളെയും ഒരു മേശയ്ക്കു ചുറ്റും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അതിന്റെ ഭാഗമായി മനുഷ്യരുടെ ബഹിരാകാശ ഇടപെടലുകൾ സംബന്ധിച്ച് ഒരു ഉടമ്പടി അവരെല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തി. 1967 ജനുവരി 27 വാഷിംഗ്ടൺ DC-യിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ഒപ്പുവെച്ചത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ നാസയുടെ ബഹിരാകാശ സഞ്ചാരികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ക്ഷണമുണ്ട്. നാസയുടെ പ്രതിനിധികളായി ആംസ്ട്രോങ്ങും കൂപ്പറും ഗോർഡനും ലോവെലും സ്കോട്ട് കാർപെന്റും പരിപാടിയിൽ പങ്കെടുത്തു. ഈ പ്രത്യേക വിഷയത്തിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ അന്ന് രൂപപ്പെട്ട ബഹിരാകാശ ഉടമ്പടിയിൽ 3 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. അമേരിക്കയും ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും. ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. ബഹിരാകാശത്തിൽ ആണവായുധങ്ങളുടെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. ചന്ദ്രനെയും മറ്റെല്ലാ ആകാശഗോളങ്ങളെയും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക.
ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശത്തേക്ക് സ്വതന്ത്രമായി കടക്കാനും അവിടെ പര്യവേഷണങ്ങൾ നടത്താനുമുള്ള അവകാശമുണ്ട്. ഒരു രാജ്യവും ചന്ദ്രനിലോ മറ്റേതെങ്കിലും ആകാശഗോളങ്ങളിലോ പ്രത്യേകമായ ഒരവകാശവാദവും ഉന്നയിക്കാൻ പാടുള്ളതല്ല. ശീതയുദ്ധം ശക്തമായി നിലനിന്നിരുന്ന ആ സന്ദർഭത്തിൽ ആ സംഘർഷത്തിൽ പ്രധാന ശക്തികളായ ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഉടമ്പടി രൂപപ്പെടുത്താൻ സാധിച്ചത് ഐക്യരാഷ്ട്രസഭയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടമായി. ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികൾ ഈ നിർണായകമായ സന്ദർഭത്തിന് സാക്ഷികളാകാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ്. ചടങ്ങും അതിനോടനുബന്ധിച്ച് നടന്ന വിരുന്ന് സൽക്കാരവും കഴിഞ്ഞ് വിശിഷ്ടാതിഥികളുമായി സംസാരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുവരെ അവർക്കാ ദിവസം ആഹ്ലാദകരമായിരുന്നു. പക്ഷേ പുറത്ത് വലിയ ഒരു ദുരന്തത്തിന്റെ വാർത്ത അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജെമിനി പ്രോജക്റ്റിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ നാസ അവരുടെ അപ്പോളോ എന്ന ബഹിരാകാശ പദ്ധതിയും ആരംഭിച്ചിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നതാണ് അപ്പോളോയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. ബഹിരാകാശത്തിൽ അമേരിക്കയുടെ ദേശീയ താൽപര്യത്തെ സംരക്ഷിക്കുന്ന വിധത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കുക, അവിടെ അമേരിക്കയുടെ മേധാവിത്വം സ്ഥാപിക്കുക, ചന്ദ്രനിൽ ഒരു ശാസ്ത്രീയ പര്യവേഷണ പദ്ധതി നടപ്പിലാക്കുക, ചന്ദ്രന്റെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ മനുഷ്യരെ പ്രാപ്തരാക്കുക. ഇങ്ങനെ വിപുലമായ ഒരു കർമ്മ പദ്ധതി തന്നെ അപ്പോളോ പ്രോജക്റ്റിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ജെമിനി 1ന്റെ പരീക്ഷണ പറക്കൽ വേദിയായ കേപ്പ് കെന്നഡിയിൽ വലിയ അഗ്നിബാധയുണ്ടായിരിക്കുന്നു. കമാൻഡ് മൊഡ്യൂളിനകത്തുണ്ടായ തീപിടുത്തത്തിൽ എഡ്വേർഡ് വൈറ്റ്, വിർജിൽ ഗ്രിസം, റോജർ ചാഫി എന്നിവർ കൊല്ലപ്പെട്ടു. ആംസ്ട്രോങ്ങിന്റെയും കൂട്ടരുടെയും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്നു അവർ. ഹൃദയഭേദകമായ ആ വാർത്തയുടെ ആഘാതത്തിൽ അവർ പരസ്പരം മിണ്ടാനാവാതെ നിന്നു. അന്ന് രാത്രി അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ അവർ ഉണർന്നിരുന്നു. 1966 ഫെബ്രുവരിയിൽ അപ്പോളോയുടെ ബഹിരാകാശ പരീക്ഷണ യാത്രകൾ ആരംഭിച്ചതാണ്. ആദ്യത്തെ പരീക്ഷണങ്ങൾ ബഹിരാകാശ സഞ്ചാരികൾ ഇല്ലാതെയുള്ളതായിരുന്നു. 1967 ഫെബ്രുവരിയിലാണ് ബഹിരാകാശ സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ആ യാത്രയ്ക്ക് മുന്നോടിയായി നടത്തിയ പരീക്ഷണ പറക്കലാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചത്. ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാനുള്ള നാസയുടെ ആദ്യത്തെ ഉദ്യമം അങ്ങനെ ഉൾക്കിടിലമുണർത്തുന്ന ഒരു ഓർമ്മയായി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു അധ്യായമായിരുന്നു അത്. സംഭവത്തിൽ ബഹിരാകാശ സഞ്ചാരികളുടെ സമൂഹം ഒന്നാകെ നടുങ്ങി. എങ്കിലും അവർ ഏറ്റെടുത്തിരിക്കുന്ന സാഹസത്തിൽ നിന്ന് അല്പം പോലും പിന്മാറിയില്ല. അപ്പോളോ 1-ലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് നാസ ഉത്തരവിട്ടു. വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട പിഴവിൽ നിന്നാണ് തീ രൂപപ്പെട്ടതെന്നും ബഹിരാകാശ പേടകത്തിലുള്ള ഇന്ധനത്തിലേക്ക് അത് പെട്ടെന്ന് ആളിപ്പടർന്നതാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഭാവിയിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അത് അത്യാവശ്യമാണ്. നാസയുടെ അന്വേഷണത്തിന് പുറമെ അമേരിക്കൻ ഗവൺമെന്റും സ്വന്തം നിലയിൽ തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു.
1967 ഏപ്രിൽ 5-നാണ് നാസ രൂപീകരിച്ച ആക്സിഡന്റ് റിവ്യൂ ബോർഡ് അതിന്റെ അവസാന റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെയുള്ള നിഗമനങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ട് തന്നെയായിരുന്നു അത്. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട അതേ ദിവസം തന്നെ അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യോഗവും നടക്കുന്നുണ്ട്. നാസയുടെ ബഹിരാകാശ നിലയത്തിന്റെ ഓഫീസിലെ സീനിയർ മാനേജറായ ഡീക് സ്ലേറ്റൻ വിളിച്ചു ചേർത്ത മീറ്റിംഗ് ആണത്. ആ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് നീൽ ആംസ്ട്രോങ് ഉൾപ്പെടെയുള്ള ഏതാനും പ്രധാനപ്പെട്ട ബഹിരാകാശ സഞ്ചാരികളാണ്. ആദ്യം തന്നെ സ്ലേറ്റൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാടകീയതയോടെ അവരെ അറിയിച്ചു. ഈ മുറിയിൽ ഇപ്പോൾ ഉള്ളവരെല്ലാം നാസയുടെ ചന്ദ്രനിലേക്കുള്ള ആദ്യ ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മീറ്റിംഗ് നടന്ന മുറിയിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങി. പ്രത്യേകിച്ച് വൈകാരിക പ്രകടനങ്ങളൊന്നുമില്ലാതെ ആ വാർത്ത കേട്ടുകൊണ്ടിരുന്ന ഒരേയൊരാൾ നീൽ ആംസ്ട്രോങ് ആയിരുന്നു. ചന്ദ്രനിലേക്ക് ഇറങ്ങാനുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ ദൗത്യസംഘത്തിൽ താൻ ഉൾപ്പെടുമെന്ന് അദ്ദേഹത്തിന് തീർച്ചയായിരുന്നു. ആ മുറിയിൽ അപ്പോൾ ഉണ്ടായിരുന്നവരിൽ ഏറെയും ജെമിനി പ്രോജക്റ്റിൽ പങ്കാളികളായ ബഹിരാകാശ സഞ്ചാരികളാണ്. ഒരർത്ഥത്തിൽ മുൻപു മുതൽ തന്നെ അവരെല്ലാവരും ചന്ദ്രനിലേക്കുള്ള നാസയുടെ ദൗത്യത്തിൽ പങ്കെടുത്തവർ തന്നെയാണ്. വരാൻ പോകുന്ന ചാന്ദ്ര ദൗത്യത്തിനെക്കുറിച്ച് സ്ലേറ്റൻ അവരോട് വിശദീകരിച്ചു. അപ്പോളോ 8, 9 എന്നിങ്ങനെയാണ് പുതിയ ദൗത്യങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. തീപിടുത്തത്തിൽ തകർന്നതിനാൽ ആകെ മുങ്ങിപ്പോയ മുൻ അപ്പോളോ ദൗത്യത്തിന് യഥാർത്ഥത്തിൽ അപ്പോളോ 7 എന്നായിരുന്നു അവരിട്ടിരുന്ന പേര്. തീപിടുത്തവും ദൗർഭാഗ്യകരമായ മരണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് അവർ അപ്പോളോ 7 എന്ന പേര് ഉപേക്ഷിക്കുകയും അപ്പോളോ 1 എന്ന് പുനർനാമകരണം ചെയ്യുകയുമായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇനി നടക്കാനുള്ള ദൗത്യങ്ങൾ അപ്പോളോ 8 മുതൽ ആരംഭിച്ചത്. ആംസ്ട്രോങ്ങിനെ അപ്പോളോ 9ന്റെ ബാക്കപ്പ് ക്രൂവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്ലേറ്റൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഓരോരുത്തരുടെയും ചുമതലകൾ എന്തായിരിക്കുമെന്ന് ഏകദേശ ധാരണ ലഭിക്കുന്ന കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാഥമിക യോഗമായിരുന്നു അത്. പുതിയ ചാന്ദ്രദൗത്യത്തിനായുള്ള ക്രൂ അംഗങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് വന്നത് 1967 നവംബർ 20-നാണ്. ആംസ്ട്രോങ്ങിനൊപ്പം ടീം അംഗങ്ങളായത് ജെമിനി 12 മിഷനിലെ അംഗങ്ങളായ ലോവെലും ആൽഡ്രിനുമാണ്. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള വാഹനത്തിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും കുറച്ചു കാലതാമസമുണ്ടായി. അതുകൊണ്ട് അപ്പോളോ 8ലെയും 9ലെയും പ്രധാന ക്രൂ അംഗങ്ങളെയും ബാക്കപ്പ് ക്രൂ അംഗങ്ങളെയും പതിവ് റൊട്ടേഷൻ രീതി അനുസരിച്ച് ഇടകലർത്തേണ്ടതായി വന്നു. അതിന്റെ ഭാഗമായി അപ്പോളോ 11നെ നീൽ ആംസ്ട്രോങ് നയിക്കുമെന്നാണ് തീരുമാനം. അപ്പോളോ 8ലെയും 9ലെയും മുൻ നിശ്ചയിക്കപ്പെട്ട ക്രൂ അംഗങ്ങൾ പരസ്പരം മാറിയപ്പോൾ ആംസ്ട്രോങ് അപ്പോളോ 8ലെ ബാക്കപ്പ് ക്രൂ കമാൻഡറായി. അപ്പോളോ 8ന്റെ ദൗത്യം പൂർണ്ണ വിജയമായിരുന്നു. അവരുദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 20 മണിക്കൂർ ചെലവഴിച്ചു. ചന്ദ്രനിൽ ഇറങ്ങാൻ വരുന്ന സംഘത്തിന് ലാൻഡിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അടയാളപ്പെടുത്തി. പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിന് ചന്ദ്രോപരിതലത്തിന്റെ പലതരത്തിലുള്ള ചിത്രങ്ങൾ പകർത്തി. അങ്ങനെ അവർ ചെയ്യണമെന്നുദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ അപ്പോളോ 8ന് കഴിഞ്ഞു. ചെറിയ തടസ്സങ്ങളും മറ്റും ഇടയ്ക്ക് നേരിടേണ്ടി വന്നെങ്കിലും
അപ്പോളോ 9-ന്റെയും 10-ന്റെയും വിക്ഷേപണവും വിജയകരമായി പൂർത്തിയാക്കി. ആ ഇരു ദൗത്യങ്ങളുടെയും ലക്ഷ്യം അവർക്ക് പിന്നാലെ ചന്ദ്രനിലേക്ക് വരാൻ പോകുന്ന സഞ്ചാരികൾക്ക് വേണ്ട വഴിയൊരുക്കുക തന്നെയായിരുന്നു. ഇനിയുള്ള യാത്രകൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വെറുതെ ചുറ്റിവരാനുള്ളതല്ല, ചന്ദ്രനിൽ കാലുകുത്താൻ വേണ്ടി തന്നെയാണ്. ആംസ്ട്രോങ്ങിനും മറ്റുള്ളവർക്കും നാസയിൽ നിന്ന് അതിനുവേണ്ടിയുള്ള കഠിനമായ പരിശീലനങ്ങൾ നൽകി തുടങ്ങി. അതിനുവേണ്ടി അവർ അമേരിക്കൻ വിമാന നിർമ്മാതാവായ ബെൽ എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ സേവനം കരാറടിസ്ഥാനത്തിൽ സ്വീകരിച്ചു. പ്രധാനമായും യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളാണവർ. മഹായുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി സാങ്കേതിക മികവേറിയ വിമാനങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുത്തത് ബെൽ എയർക്രാഫ്റ്റാണ്. നാസ ബെൽ എയർക്രാഫ്റ്റിന്റെ സഹായത്തോടെ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടിയുള്ള പഠനങ്ങൾക്കായി ഒരു ലൂണാർ ലാൻഡിംഗ് റിസർച്ച് വാഹനം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള 3 വാഹനങ്ങൾ തയ്യാറായി. അവയുടെ സഹായത്തോടെയാണ് പിന്നീടുള്ള പരിശീലനം. 1968 മെയ് 6-ന് പരീക്ഷണ പറക്കൽ നടക്കുകയാണ്. ആംസ്ട്രോങ് ഭൂമിയിൽ നിന്ന് 100 അടി ഉയരത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിമാനത്തിന് മേലെയുള്ള നിയന്ത്രണം നഷ്ടമായി തുടങ്ങി. വിമാനം നിയന്ത്രണം വിട്ട് ചലിക്കാൻ തുടങ്ങി. വിമാനം താഴേക്ക് പതിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്കുള്ള വാതിൽ തുറന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് താഴേക്ക് ചാടി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ലൂണാർ ലാൻഡിംഗ് റിസർച്ച് വിമാനം കത്തിയമർന്ന് താഴെ വീണു. ആംസ്ട്രോങ് പുറത്തു കടക്കാൻ അരനിമിഷം വൈകിയിരുന്നെങ്കിൽ കഥ മറ്റൊന്നായേനെ. നാക്കിൽ പല്ല് തട്ടിയുണ്ടായ ഒരു ചെറിയ മുറിവ് മാത്രമേ ആംസ്ട്രോങ്ങിന് പറ്റിയുള്ളൂ. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് അത്യാവശ്യം വേണ്ടതാണ്. ഈ പരിശീലനങ്ങൾക്ക് പുറമെ ചന്ദ്രനിൽ ഇറങ്ങാൻ വേണ്ട ശാരീരികവും മാനസികവുമായ മറ്റ് തയ്യാറെടുപ്പുകളും വേണം. ആംസ്ട്രോങ്ങിനൊപ്പം ബസ് ആൽഡ്രിനും നാസ കഠിനമായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്.